പല സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിനെ നേരിട്ട് കണ്ടതിനെക്കുറിച്ചും സംസാരിച്ചതിനെക്കുറിച്ചും അഭിപ്രായം പറയണമെന്ന് ഇതിൽ അഭിജിത്ത് എന്ന സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു. എങ്ങനെ നസീർ സാറിൻ്റെ കളർ എങ്ങനെ, കാണാൻ എങ്ങനെ, സ്റ്റൈലുണ്ടോ, എത്ര ഹൈറ്റ് ഉണ്ട് എന്നെല്ലാം ചോദിച്ചിട്ടാണ് മൂപ്പർ ചോദിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് വിചാരിച്ചു. നസീർ സാറിനെ ഞാൻ 3-4 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം നേരിട്ട് നസീർ സാറിൻ്റെ അടുത്ത് ചേർത്ത് ഇരുന്നിട്ട് സംസാരിച്ചിട്ടുമുണ്ട്. പിന്നെ 3 പ്രാവശ്യം കണ്ടത് ഷൂട്ടിങ്ങിൻ്റെ സമയത്താണ്. അത് കണ്ണൂരിൽ പ്രശ്നം ഗുരുതരം എന്ന് പറഞ്ഞ ബാലേന്ദ്രമേനോൻ സംവിധാനം ചെയ്ത പടത്തിൽ അഭിനയിക്കുന്ന സമയത്ത് നസീർ സാറിനെ ആദ്യമായിട്ട് കാണുന്നത്. അതിൽ നസീർ സാറ് ഗസ്റ്റ് ഹൗസിൽ ഒരു ഷൂട്ടിംഗ് ഉണ്ടായി. അപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി കാണാൻ വേണ്ടി. അപ്പോൾ നസീർ സാറിൻ്റെ കൂടെ കുറേ വിദ്യാർത്ഥികൾ ചുറ്റും കൂടിയിട്ടുണ്ട്. അങ്ങനെ നസീർ സാറിന് അവരെ അടുത്ത് സംസാരിച്ചിട്ടൊന്നുമില്ല. ഈ കുട്ടികളുടെ ഇടയിൽ നിന്നിട്ട് ഞാൻ നോക്കിയാൽ നസീർ സാർ എന്തെല്ലാം ചെയ്യുന്നത് നോക്കാൻ വേണ്ടി ഇവരുടെ അടുത്ത് എന്തെല്ലാം സംസാരിക്കും. അങ്ങനെ ഒരു കുട്ടി എല്ലാവർക്കും ഓട്ടോഗ്രാഫ് ഒപ്പിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുട്ടി ഓട്ടോഗ്രാഫ് ഇല്ലാത്തതുകൊണ്ട് സ്കൂളിലെ പാസ് ഉണ്ടായിരുന്നു, പണ്ടത്തെ ബസ്സിൻ്റെ പാസ്, ഒരു ചുവപ്പ് കളറിൽ ഒരു ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാവും. അത് നമ്മൾ കാണിച്ച 10 പൈസ ടിക്കറ്റിന്. അങ്ങനെ അന്നത്തെ കാലത്ത് 15 പൈസ 20 പൈസ ബസ്സിന്, ഇതിനാകുമ്പോൾ 5 പൈസ കൊടുത്താൽ അതിലൊന്ന് ഒപ്പിട്ടരാന്ന് പറഞ്ഞിട്ട് നസീർ സാറിന് ദേഷ്യം പിടിച്ചെന്ന് പറഞ്ഞാൽ നസീർ സാറ് സ്ട്രിക്റ്റാന്നല്ലോ, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാണ്. ഇങ്ങനത്തെ നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്യരുത്. നസീർ സാറ് ദേഷ്യം പിടിച്ചാൽ നല്ല രീതിയിൽ സംസാരിക്കും. കുട്ടിയോട് പറഞ്ഞാൽ ഇതിൽ ഒപ്പിടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി പിന്നെയും നിർബന്ധിച്ചു. കുട്ടി എന്ന് പറഞ്ഞാൽ വലിയ പയ്യൻ. അപ്പോൾ പിന്നെ നസീർ സാറ് പറഞ്ഞു, ഇല്ല ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞു. വേറെ ബുക്ക് എന്തെങ്കിലും എടുത്തുകൊണ്ടാണ് ഞാൻ അതിനെ ഒപ്പിട്ടില്ലാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഇതാണ്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് അന്നേരം ഒന്ന് നസീർ സാറിനെ കണ്ട്. പിന്നെ നസീർ സാറിനെ കാണുന്നത് പ്രശ്നം ഗുരുതരത്തിന് തന്നെ വേറൊരു ഷൂട്ടിംഗ്, ഒരു വീട്ടിൽ നിന്ന് നടക്കുന്ന ഷൂട്ടിംഗ് സമയത്ത് അവിടെ ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണാൻ പോയതാണ്. അപ്പോൾ ബാലചന്ദ്രമേനോൻ നസീർ സാർ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന സീനാണ്. നസീർ സാർ ബാലചന്ദ്രമേനോട് ചൂടായിട്ട് ഇറങ്ങുന്ന സീനാണ്. ഒരു സൂട്ട് കേസിൽ എടുത്തിട്ട് ഞാൻ പോയെന്ന്, പിന്നെ എൻ്റെ പേരിൽ ഒരു കുപ്പി പൊട്ടിച്ചോ എന്നെല്ലാം പറഞ്ഞിട്ട് പോകുന്ന സീൻ. അപ്പം ബാലചന്ദ്രമേനോൻ നിങ്ങൾ പോകരുത് എന്നെല്ലാം പറഞ്ഞിട്ട് പറയും. സ്വാമി പോകരുത് എന്നെല്ലാം പറയും. അപ്പോൾ നസീർ സാറ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു സീനാണ്. അത് 4 പ്രാവശ്യമായിട്ട് എടുത്തില്ല. അത് കട്ട് എന്ന് പറഞ്ഞാൽ അപ്പം നസീർ സാർ ഓരോ കട്ടിനും നസീർ സാർ കട്ട് പറഞ്ഞ ഉടനെ എല്ലാവരും നോക്കിയിട്ട് ചിരിക്കും. ഞാൻ വെച്ച് ഒരു പ്രാവശ്യം കട്ട് പറയുമ്പോൾ ചിരിക്കും. 4 തവണ കട്ട് പറഞ്ഞ ഉടനെ നാട്ടുകാരോട് ചിരിക്കും. ആ സമയത്ത് നസീർ സാറിനൊന്ന് കണ്ട്. പിന്നെ നസീർ സാറിനെ കാണുന്നത് ബാലചന്ദ്രമേനോൻ്റെ തന്നെ ഈ ഒരു പാട്ടുണ്ടായി, ലീല തിലകം ചാർത്തി എന്നുള്ള പാട്ട്. അതൊരു വീട്ടിൽ നിന്ന് ഷൂട്ടിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് അവരെല്ലാം ഇറങ്ങി വരുന്നു. നസീർ സാറ്, ബാലചന്ദ്രമേനോൻ, ജയഭാരതി ഇതെല്ലാം ഇറങ്ങി വരുന്നു. ആ സമയത്ത് നസീർ സാറ് ഒരു വെള്ള ഷോളെല്ലാം അപ്പോൾ നമ്മൾ അടുത്ത് പോകുമല്ലോ നസീർ സാറിന്. കുറേ ആളുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും തിരക്കിയിട്ട് അടുത്ത് പോയി നസീർ സാറിനോട് പറഞ്ഞു, ഇപ്പം നസീർ സാറിനെ കാണാൻ പട്ടറ പോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ. അപ്പം നസീർ സാറിൻ്റെ സ്വതസിദ്ധമായ ഒരു ചിരി ഉണ്ടല്ലോ, എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചിരി ചിരിച്ച്. പിന്നെ നസീർ സാറ് കാറിൽ കയറിയിട്ട് പോയി. പിന്നെ ബാലചന്ദ്രമേനോന് കൈ കൊടുത്തു. അപ്പോൾ അടുത്തുനിന്ന് അന്നത്തെ കാലത്ത് മൊബൈലൊന്നും ഫോട്ടോ എടുക്കാനില്ലല്ലോ. അപ്പോൾ ഒരാൾ നടന്മാരെല്ലാം ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാമറ ഉണ്ടെന്ന് ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് നമ്മളെ ഫോട്ടോ ഒന്ന് എടുക്കുക, ഞാൻ പിന്നെ വന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. അവൻ്റെ സ്ഥലമെല്ലാം ചോദിച്ച് എന്നിട്ട് പിന്നെ ആദ്യം സ്ഥലമെല്ലാം ചോദിച്ച് പിന്നെ ആദ്യം ഒന്ന് ഫോട്ടോ എടുക്കുന്ന പറഞ്ഞിട്ട് ബാലേന്ദ്രന് കൈ കൊടുത്തു. ബാലേന്ദ്രൻ ബ്ലൂ ടീഷർട്ടും പിന്നെ തലയിലൊരു കട്ടിലും കെട്ടിയിട്ട് അങ്ങനെ കൈ കൊടുത്തിട്ട്, ബാലചന്ദ്രമേനോനെങ്കിൽ സാധാരണ കൈ കൊടുത്താൽ ചില ആൾ വേഗം കൈ വലിച്ച കളയും. ഇത് ബാലചന്ദ്രമേനോൻ മറ്റേ ആൾ ഫോട്ടോ എടുക്കുന്നവരെ കൈ തന്നിട്ട് അങ്ങനെ തന്നെ പിടിച്ച് കൈ പിൻവലിച്ചിട്ടില്ല. അവന് ഫോട്ടോ എടുക്കാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ, ഇങ്ങനെ നോക്കി ഇങ്ങോട്ട് നിൽക്കുന്നെല്ലാം പറയുമ്പോൾ നമ്മൾ അതുവരെ കൈ പിടിച്ച് എന്നിട്ട് ഫോട്ടോ എടുത്തു. പിന്നെ ഞാൻ അവനോട് മറ്റേ ചെക്കനോട് പറഞ്ഞ്, ഫോട്ടോ എടുത്ത ആളോട് പറഞ്ഞാൽ പിന്നെ ഇന്ന സ്ഥലമെന്ന് പറഞ്ഞു, ഞാൻ വന്ന് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വാങ്ങാൻ പോയിട്ടൊന്നുമില്ല അങ്ങോട്ട്. അപ്പോൾ ഈ ബാലചന്ദ്രമേനോന് നല്ല ആളായതുകൊണ്ടാണ് ഈ ഫോട്ടോ എടുക്കുന്നവരെ കൈ തന്നിട്ട് കൈ വലിക്കാണ്ട് അങ്ങനെ വെച്ചത്. വേറെ ആളെ കൈ വലിച്ച കളി ഇത്ര സമയം നിൽക്കില്ല. ഇപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇതാക്കലും മറ്റേത് ഇങ്ങനെ നോക്കലും പിടിക്കലും അങ്ങനെ അത് സംഭവം ഉണ്ടായി. പിന്നെ നസീർ സാറിനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് കണ്ണൂർ സേവായി ഹോട്ടലിൽ നസീർ സാർ താമസിക്കുന്നു പറഞ്ഞിട്ട് അവിടെ കാണാൻ പോയി. അവിടെ നടന്മാരിൽ അവിടെയുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കണ്ടേക്കാന്ന് വെച്ചിട്ട് പോയതാണ്. നസീർ സാറിനെ കാണാൻ തന്നെ മെയിനായിട്ട്, ബാക്കി ആരും കാണുന്നത്.
അങ്ങനെ അവിടെ എത്തിയിട്ട് അവിടുത്തെ ഒരു സ്റ്റാഫിനോട് ചോദിച്ചാലും പറഞ്ഞു അന്ന് അവിടെ ഒരു ഫ്ലാറ്റല്ല, ആ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഓരോരോ റൂമാണ് ഇങ്ങനെ ഈ ലൈൻ മുറി മാതിരി. അപ്പോൾ അവിടെ ഒരു റൂമിൽ നസീർ സാർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ആ റൂമിൽ ഡോറ് ചാരി വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ അന്നത്തെ കാലത്ത് നമുക്ക് ഡോറ് മുട്ടിയിട്ടൊന്നും കാരണം ഇതൊന്നും അങ്ങനത്തെ ബുദ്ധിയൊന്നും തോന്നിയില്ല. ഞാൻ ഡോറൊറ്റ തുറന്നിട്ട് അകത്ത് കയറുമ്പോൾ അതിന് ജയഭാരതിയാണ്. ജയഭാരതി കട്ടിലിരുന്നിട്ട് എന്തോ വീക്കിലി പോലത്തെ നോക്കിയാണ്. പെട്ടെന്ന് റൂമിൽ ഒരാളിങ്ങനെ ഒരു ചെറുപ്പക്കാരൻ കയറി വരുന്ന കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി ജയഭാരതി. ഇങ്ങനെ ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ടാൽ ജയഭാരതി കട്ടിലിൽ വന്ന് ചാടി എഴുന്നേറ്റ് എന്താ ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നസീർ സാറിനെ കാണാൻ വന്നതെന്ന് പറഞ്ഞു. അന്നേരം ജയഭാരതി സമാധാനമായി, പേടിയെല്ലാം പോയി. ആദ്യം പെട്ടെന്ന് ജയഭാരതി പേടിച്ചു പോയി, ആരൊക്കെ റൂമിലേക്ക് കയറി വരുന്നത്, റൂമിൽ വേറെ ആരും ഇല്ലേ എന്താണ്. അപ്പോൾ കട്ടിൽ നിന്ന് വരെ ചാടി എണീച്ചിട്ട് ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നസീർ സാറിനെ കാണാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സമാധാനമായി. അപ്പോൾ എന്നോട് പറഞ്ഞ് പിന്നെ നല്ല സ്വഭാവം, നസീർ സാറ് ഇവിടെയല്ല താമസം, നസീർ സാറ് ഗസ്റ്റ് ഹൗസിലാണ്, ഇവിടെ തൊട്ടപ്പുറത്ത് ബാലചന്ദ്ര മേനോനുണ്ടെന്നാൽ. ഞാൻ പറഞ്ഞ സാറിലാന്ന് പറഞ്ഞു. പിന്നെ വന്നിട്ട് ജയഭാരതി പൊട്ടി ചിരിച്ചു ഓക്കെ പറയും. വേറെ നടികളങ്ങ് ചൂടാവും. റൂമിലെല്ലാം കയറി ആരുമില്ലാത്ത സമയത്ത് റൂമിലെല്ലാം കയറി ദേഷ്യം പിടിക്കുമല്ലോ. ഇന്നത്തെ കാലത്താണെങ്കിൽ അത് ഗോസിപ്പായി പോയിട്ടുണ്ടാവും. പിന്നെ ഞാൻ ആ റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകുന്നത് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ആണെങ്കിൽ ടി വിയിലെല്ലാം വരും ജയഭാരതിൻ്റെ റൂമിൽ ഒരു ചെറുപ്പക്കാരൻ കയറി എന്നെല്ലാം പത്ത് ഗുൽമാലായി പോയായിരുന്നു. അന്ന് ക്യാമറ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ നല്ല പെരുമാറ്റമാണ്. പിന്നെ റൂമിൽ കയറി പോയിട്ട് ദേഷ്യപ്പെട്ടിട്ടുമില്ല, ഒന്ന് പിന്നെ സാധാരണഗതിയിൽ ചൂടാകേണ്ടതാണ്, പക്ഷെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് ഞാൻ ബാലചന്ദ്രനെ കാണാൻ നിന്നിട്ടില്ല, ഞാൻ പോയി. നസീർ സാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പോയി. പിന്നെ നസീർ സാറിനെ കാണുന്നത് മദ്രാസിലാണ്. മദ്രാസിൽ പിന്നെ ഇത് ഞാൻ ഒരു മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്തിരുന്നു മദ്രാസിൽ. അപ്പോൾ അവിടുന്ന് ലീവുള്ള ദിവസം ഞായറാഴ്ച ഈ നടന്മാരെ കാണാൻ വേണ്ടിയിട്ട് പരിചയപ്പെടാനും വേണ്ടിയിട്ട് ഞായറാഴ്ച പോകും. അങ്ങനെ ഞായറാഴ്ച പോയിട്ട് കോടമ്പക്കത്ത് നിന്ന് നസീർ സാറിൻ്റെ വീട് ചോദിച്ചാലും പറഞ്ഞു മഹാലിംഗപുരത്ത് എന്ന് പറഞ്ഞു. മഹാലിംഗപുരം എന്ന് പറഞ്ഞാൽ കോടമ്പക്കത്ത് നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോകണം. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ ഒരു ടെമ്പിളുണ്ട്. ആ ടെമ്പിളിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചാൽ പറഞ്ഞിരുന്നു. ഒരു ടെമ്പിളിൻ്റെ അടുത്ത് പോകുമ്പോൾ ടെമ്പിളിൻ്റെ കുറച്ചപ്പുറത്ത് തന്നെ നസീർ സാറിൻ്റെ വീട്, ഒരു 100 മീറ്ററപ്പുറം. അപ്പോൾ അവിടെ പോയാലോ നസീർ സാറ് ഞാൻ രാവിലെ പോയത്. അപ്പോൾ അവിടെ ഒരു ജോലിക്കാരൻ പറഞ്ഞ് നസീർ സാറ് ഇന്നലെ രാത്രി പുറപ്പെട്ടാന്ന് വേറെ ഊട്ടിയിലായിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ എത്തുമെന്ന് പറഞ്ഞിന് ഇതുവരെ എത്തിയിട്ട് കാണുന്നില്ല, കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്താൽ ഇന്ന് നസീർ സാറിനെ കാണാൻ. അതെനിക്ക് തോന്നുന്നു അന്നത്തെ ഒരു ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞു. ആ ചെറുപ്പക്കാരനാണെന്ന് തോന്നുന്നു ഇന്നിപ്പോൾ ഒരു നസീർ സാറിൻ്റെ PA ആയിട്ട് രാജ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇപ്പോൾ അടുത്ത്. ഇത്രയോ പോലെ നസീർ സാറിൻ്റെ കൂടെ ജോലി ചെയ്ത് അയാൾ തന്നെയാണ് തോന്നുന്നുണ്ട്. അന്ന് അയാൾ ചെറുപ്പമാണ്. അങ്ങനെ ഞാൻ എന്തൊക്കെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അവിടെ നിന്ന് നസീർ സാർ വരുന്ന കാണാൻ തോന്നിയാൽ തൊട്ടപ്പുറം തന്നെ പിന്നെ ഇയാളെന്നെ പറഞ്ഞു എൻ്റെ അടുത്ത് തൊട്ടപ്പുറം വേറെ വിശേഷിൻ്റെ തന്നെ വീടുണ്ട്, അപ്പുറം എവിടെയെങ്കിലും പോയിട്ട് വരണമെങ്കിൽ വരാമെന്ന് പറഞ്ഞു. ഞാൻ അത് വിശേഷിനെ കാണാൻ വേണ്ടിയിട്ട് പോയി. വിശേഷി എന്ന് പറഞ്ഞാൽ കുറച്ച് അപ്പുറം തന്നെ, ഒരു 50 മീറ്റർ അപ്പുറം. അപ്പോൾ അവിടെ പോകുമ്പോൾ സീമ ഒരു സെറ്റ് സാരിയിൽ കൊടുത്തിട്ട് ഗേറ്റിൻ്റെ പുറത്ത് നിൽക്കുന്നുണ്ട്. സീമ എൻ്റെ കുട്ടിയെ സ്കൂളിലാക്കാൻ വേണ്ടി വണ്ടിക്കാരൻ കാത്തിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അടുത്തിയല്ലോ. ഞാൻ പറഞ്ഞു അവിശേഷി ഉണ്ടോ എന്ന് ചോദിച്ചു. സീമ എന്നെല്ലാം പറഞ്ഞ സിനിമ നടിയായിട്ട് അന്നേരം സാധാരണ ഒരു സ്ത്രീ നമ്മൾ സിനിമയിൽ കാണുന്ന പിന്നെ വലിയ ഐറ്റലായിട്ടുള്ള സീമനല്ല, അങ്ങനെയൊന്നുമല്ല, ഒരു ചെറിയൊരു ആൾ. അപ്പോൾ സീമ ഇവൻ്റെ ജാടിയൊന്നുമില്ല. അപ്പോൾ സീമയോട് ഞാൻ ചോദിച്ചു ശശിയേട്ടൻ കുളിക്കുന്നു, നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് സീമ അപ്പോൾ പിന്നെ വണ്ടി കുട്ടീനെ കയറി സീമ അകത്ത് പോയി. അപ്പോൾ ആളെ കുറച്ച് ജോലിക്കാരുണ്ടായി വിശേഷിൻ്റെ, അവരെ സംസാരിച്ചു ഇങ്ങനെ ഓരോ സിനിമേൻ്റെ കാര്യങ്ങളിൽ. അങ്ങനെ പല സിനിമ എടുത്ത ഓരോ കാര്യങ്ങളുണ്ടാവില്ല സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ കാര്യമെല്ലാം അതെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നെ എനിക്ക് ഒരു 10 മിനിറ്റ് നേരം വിശേഷിച്ച് പുറത്ത് വരുന്ന കാണുന്നില്ല. ഞാൻ പണിക്കാരനോട് പറഞ്ഞ് പിന്നെ വരാമെന്ന് പറഞ്ഞു. അപ്പുറം നസീർ സാറ് വന്ന് പോയി കഴിഞ്ഞു എനിക്ക് പേടി. പിന്നെ വന്നിട്ട് പിന്നെ നസീർ സാറിനെ കാണാൻ കഴിയില്ല. ആ പോകുമ്പോൾ നസീർ സാറിൻ്റെ എൻ്റെ ഗേറ്റിന് മുമ്പിൽ കാറ് നിർത്തി. വെറും 10 മിനിറ്റ് കൊണ്ട് ഞാൻ അവിടെ നിരിപ്പരം വരുമ്പോൾ നസീർ സാർ അവിടെ എത്തി ബാലക്കാറിൽ. അപ്പോൾ കാറ് കണ്ടവിടെ എനിക്ക് മനസ്സിലായി നസീർ സാറ് വന്നത്. അപ്പോൾ അവിടെ ഗൂർക്കയുണ്ട് നസീർ സാറിൻ്റെ വീട്ടിൽ, ഗാന്ധി നഗർ 2nd സ്ട്രീറ്റിലെ പോലത്തെ ഒരു ഗൂർക്ക. പിന്നെ
അപ്പോൾ നസീർ സാറ് വരാന്തയിൽ നിന്നിട്ട് കാര്യമായ കുറച്ച് ആൾക്കാരോട് സംസാരിക്കുന്നത്. അവരെ കുറേ വണ്ടിയുണ്ട് അപ്പുറം. അവർ വലിയ വലിയ ആൾക്കാരാണ്. അവർ നസീർ സാറിന് എന്തെങ്കിലും ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ വന്നത്. അപ്പോൾ നസീർ സാർ അവരോട് പറയുന്നത്, എനിക്ക് നിറയെ പടങ്ങളുണ്ട്, ബിസിയാണ്, പിന്നെ ഉദ്ഘാടനത്തിന് നിങ്ങൾ വേറെ ആരെങ്കിലും നസീർ ഉങ്ങൾ താൻ വരണമെന്നും പറഞ്ഞു, സാറ് താൻ വരണമെന്നും പറഞ്ഞിട്ട് അവരെന്തെങ്കിലും പറഞ്ഞു. ലാസ്റ്റ് നസീർ സാർ മടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് അവരെ വിട്ടു. എന്നാൽ ഞാൻ ആ ഗ്യാപ്പിൽ അവർ ഗേറ്റ് തുറന്ന് ഇറങ്ങുന്ന സമയത്ത് അവരെ ഗ്യാപ്പിൽ ഞാൻ കയറി. അപ്പോൾ നസീർ സാർ പിന്നെ യാത്രകളും കഴിഞ്ഞ് ക്ഷീണം വന്നിട്ടു നസീർ ഇങ്ങനെ തിരിഞ്ഞ് പോകാൻ പോകുമ്പോൾ എന്നെ കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ കണ്ടുകൂടെ അങ്ങനെ സാർ പൊതുവെ ഉണ്ടല്ലോ, എന്താണെന്ന് ചോദിച്ചു എന്നെ എടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞ്, ഞാൻ കണ്ണൂരാന്ന്, പിന്നെ നസീർ സാറിനെ കാണാൻ പോകുന്നത് പറഞ്ഞു. ഓ അത് ശരി, ഇവിടെ എന്തെടുക്കുന്നു? ഞാൻ പറഞ്ഞ്, ഞാൻ മെഡിക്കൽ ഷോപ്പിലാണ്. ഒരുപാട് ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് വരാന്തയിൽ 2 ചെയറുണ്ട്. നസീർ സാർ ഞാനിപ്പോൾ ഇരുന്നു അടുത്തടുത്ത്. ഞാനാദ്യം ഇരുന്നില്ല, 2 നസീർ സാർ നിർബന്ധിച്ചിരുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ്, പിന്നെ നസീർ സാർ ചോദിച്ചു, ഏത് മെഡിക്കൽ ഷോപ്പ് എന്ന് പറയുമ്പോൾ എവിടെ ഏത് സ്ഥലം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പാരീസ് കോർണറിൽ അങ്ങോട്ടാണ്. അത് അപ്പോൾ നസീർ സാർ ഏതൊരാളെ പേര് പറഞ്ഞിട്ടുണ്ട്, ആ ആളുടെ മെഡിക്കൽ ഷോപ്പാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല ഇത് നമ്മുടെ നാട്ടിലെ ഒരാളെ മെഡിക്കൽ ഷോപ്പാന്ന് പറയും. ഇതൊന്നും നസീർ സാറിന് അറിയേണ്ട ആവശ്യമില്ല. ഞാൻ ജോലി ചെയ്യുന്ന മെഡിക്കൽ ഷോപ്പിൻ്റെ ഓണറൊന്നും നസീർ സാറിന് അറിയേണ്ട ആവശ്യമില്ല. നസീർ സാർ അത്രയും നല്ല പെരുമാറ്റമായതുകൊണ്ട് അതെല്ലാം ചോദിക്കുന്നത് അങ്ങോട്ട്, ഇന്നാളെ മെഡിക്കൽ ഷോപ്പാണോ? ഞാൻ പറഞ്ഞു, അല്ല ഇത് വേറെ ആൾ നല്ല പറഞ്ഞ് സംസാരിച്ചില്ല. ഞാൻ പറഞ്ഞു, നസീർ സാറിൻ്റെ പടങ്ങളെല്ലാം ഞാൻ കാണുന്നത്, എല്ലാ പടങ്ങളും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഏതാ കണ്ടേന്ന് ചോദിച്ചു ലാസ്റ്റ്. പിന്നെ ഏത് പടമാണ് കണ്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ്, രക്തപുഷ്പം, CID നസീർ, സംഭവം, യുഗേ യുഗേ, ഇതൊക്കെ പറഞ്ഞൊരു നസീർ സാറ്. ഞാൻ ഇതിനു മുമ്പ് പ്രശ്നഗുരുതരത്തിന് നസീർ സാറിനെ കാണുമ്പോൾ പട്ടറ പോലെ ഉണ്ടെന്ന് പറഞ്ഞ നസീർ സാർ എന്ന് പറഞ്ഞ് ചിരിച്ചില്ല, അതേപോലെ ഒരു ചിരി ചിരിച്ചു. നസീർ സാറ് ചോദിച്ച്, ഈ പടങ്ങളൊക്കെ കളിക്കുമ്പോൾ ഇദ്ദേഹം ജനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാനെന്താ ചെറുപ്പാന്നല്ലോ. അപ്പോൾ നസീർ സാർക്ക് എന്നിട്ട് എന്നെ ഇദ്ദേഹം എന്നാണ് വിളിച്ചത്. ഈ പടങ്ങളെല്ലാം കളിക്കുന്ന സമയത്ത് ഇദ്ദേഹം ജനിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, അല്ല സാർ, അത് 2ാമത് 2nd റൗണ്ട് 3rd റൗണ്ടെല്ലാം വരുമ്പോൾ ഞാൻ കണ്ടതാണ്. ഓ അത് ശരി. നസീർ സാർ പറഞ്ഞ്, ഞാനിപ്പോൾ ഇദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഇനി ഒരവസരത്തിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാം. കാരണം ഞാൻ വളരെ ദൂരം സഞ്ചരിച്ചിട്ട് വരുന്നതാണ് ഷൂട്ടിങ് കഴിഞ്ഞിട്ട്. ഒരു പോള കണ്ണടച്ചിട്ടില്ല. ഇവിടുന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട സാർ, കാപ്പിയൊന്നും വേണ്ട, ഞാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ നസീർ സാറിനെ ക്ഷയിക്കാൻ വിടും. നസീർ സാറിന് ഇനി നമുക്കൊരു അവസരം സംസാരിക്കാമെന്ന് പറഞ്ഞു. കാരണം പറഞ്ഞാൽ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഇദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പോൾ ഇന്ന് തീരെ പോളെ കണ്ണടച്ചിട്ടാണ് പറഞ്ഞു. നസീർ സാർ എന്നിട്ട് എനിക്ക് ക്ഷയിക്കാൻ നിന്നിട്ട് ഞാൻ ഇങ്ങോട്ടും വന്ന് നസീർ സാറും പോയി. അപ്പോൾ മറ്റേ ആൾ പറഞ്ഞ്, പണിക്കാരുണ്ട് അതിനാണ്. പണിക്കാരൻ പറഞ്ഞ്, കാപ്പി കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട അപ്പോൾ കാപ്പിയൊന്നും വേണ്ട. എന്നിട്ട് ഞാൻ പോയി. അത് നസീർ സാറിനെ കണ്ട് സംസാരം. അപ്പോൾ അഭിജിത്തിനോട് നസീർ സാറിൻ്റെ സ്റ്റൈലിനെ കുറിച്ച് പറയാം. നസീർ സാർ സിനിമയിൽ കാണുന്നതിനേക്കാളും സ്റ്റൈലാണ് നേരിട്ട് കാണുന്നത്. സിനിമയിൽ കാണുമ്പോൾ അവസാന കാലത്ത് കുറച്ച് പ്രായം തോന്നിയത്. ആ സമയത്ത് നസീർ സാർ നേരിട്ട് കാണുമ്പോൾ പ്രായമില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ച്, അപ്പോൾ ഈ ശരിക്ക് കാണുന്നത് ക്യാമറയിൽ കാണുമ്പോൾ ആണ് മോശമായിട്ട് വരുന്നത്. ഈ മുഖത്തിൻ്റെ ചിലപ്പോൾ ചുളിവലുണ്ടെങ്കിൽ കാണും. മറ്റേ നേരിട്ട് കാണുമ്പോൾ അങ്ങനെ ഒന്നും തോന്നുന്നില്ല. നസീർ സാർ ചെറുപ്പക്കാരനായിട്ട് തോന്നി. നല്ലത് ഈ പറഞ്ഞ പോലെ നിറത്തിൻ്റെ, അഭിജിത്ത് നിറത്തിൻ്റെ കാര്യം ചോദിച്ചത്. നിറം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് വിൻസെൻറ്റിൻ്റെ കളർ പറഞ്ഞില്ലല്ലോ, റോസ് കളർ, അതേപോലത്തെ ഒരു കളറാണ് റോസ് കളർ. മേക്കപ്പ് എല്ലാം അന്നേരം മേക്കപ്പ് ഒന്നുമില്ല, മേക്കപ്പ് എല്ലാം എടുത്തിട്ട് വന്നാൽ എന്നിട്ടും റോസ് കളറാണ്. അതാണ് നസീർ സാറിനെ കണ്ട്. പിന്നെ ഒരു പിറ്റേത്തെ ആഴ്ച ഒന്ന് AVM സ്റ്റുഡിയോയിൽ പോയി മറ്റുള്ള നടന്മാരെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ AVM സ്റ്റുഡിയോയിൽ പോകുമ്പോൾ AVM സ്റ്റുഡിയോയിൽ നമ്മൾ ഒറ്റക്ക് കയറുന്ന വാച്ച്മാൻ വിടൂല, അകത്ത് വിടൂല. അപ്പോൾ ഞാനെന്ത് ചെയ്ത്, ഷൂട്ടിങ്ങിൻ്റെ കുറച്ച് ആൾക്കാർ ഏതെല്ലാം തമിഴ് പടത്തിൻ്റെ എല്ലാ ആളുകളെ വണ്ടി നിർത്തിയിട്ട് കയറുന്നുണ്ടായി. അപ്പോൾ അവരുടെ കൂടെ ഞാൻ AVMയിലേക്ക് കയറി, അവരാളെ പോലെ, സെറ്റിലുള്ള ആളെ പോലെ. അപ്പോൾ വാച്ച്മാൻ ഒന്നും പറഞ്ഞില്ല. വാച്ച്മാൻ മനസ്സിലായി. വാച്ച്മാൻ പേര് കരുതി ഇത് ഇവരെ കൂടെ വന്നതെന്ന് വിചാരിച്ചു. ആരെ കൂടെ, നമ്മുടെ ഷൂട്ടിങ്ങിൻ്റെ ആൾക്കാർ അതിൽ പെടുന്ന ആരോ എന്ന് ഞാൻ വിചാരിച്ചിട്ട് അലങ്ങാണ്ടെന്ന്. അങ്ങനെ ഞാൻ AVMയിൽ ഓരോ സ്റ്റുഡിയോയിൽ ഓരോ റൂമുണ്ട്. അപ്പോൾ ഒരു റൂമിൽ നോക്കും വിശ്വംഭരൻ അവിടെ ഇരിക്കുന്നുണ്ട്. വിശ്വംഭരൻ വേറെ ആളായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം വിശ്വംഭരനെ പരിചയപ്പെടാൻ പറഞ്ഞ് വേറെ റൂമൊക്കെ കയറി. അപ്പം വിശ്വംഭരൻ അവിടെ ഒരു പുതിയ പടത്തിൻ്റെ അത് എഡിറ്റിംഗ് റൂമാണ്. ഒരു മോണിറ്ററിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നത്തെ TV പോലത്തെ ഒരു സാധനത്തിൽ അംജിദ് ഖാൻ്റെ പടം റിലീസായിട്ടില്ല, അതിന് മുമ്പ് എഡിറ്റിങ് ചെയ്തത്. അപ്പോൾ അംജിദ് ഖാൻ ഇങ്ങനെ വരുന്നതും, അപ്പോൾ കാജൽ കിരൺ അബ്ബാസ് ഖാ എന്ന് വിളിച്ചിട്ട് ഓടി വരുന്നപ്പോൾ വിശ്വംഭരൻ മറ്റുള്ളവരോട് പറയുന്നത് അത് കുറച്ചും കൂടി ബാക്ക് എടുക്കുന്നെല്ലാം പറയുന്നുണ്ട്. അവരെന്നെ ശ്രദ്ധിക്കുന്നേ ഇല്ല.
പുതിയ പടത്തിൻ്റേത് വേറെ ആളെ റൂമിൽ കയറ്റൂല. ഞാൻ പിന്നെ അനുവാദം ഇല്ലാണ്ട് കയറിയാന്നല്ല. പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോൾ വിശംബരൻ തിരിഞ്ഞു നോക്കുമ്പോൾ വിശംബരൻ്റെ പിന്നെ ഫുൾ ഇതിൽ മാത്രമാണ് പിന്നെ നോക്കുന്നത് സിനിമ എഡിറ്റ് ചെയ്യുന്നതിൽ. പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ കണ്ടത്. അപ്പോൾ എന്നെ കണ്ട ഉടനെ വിശംബരൻ എന്നെ കണ്ട ഉടനെ മറ്റേ ഒരു അസിസ്റ്റൻ്റായിട്ടുണ്ട് പ്രകാശ്, അത് വിളിച്ച് പ്രകാശം വിളിച്ചു എന്ത് എന്ത് ഇവിടെ. പിന്നെ ഞാൻ പറഞ്ഞു സാറിനെ കണ്ടിട്ട് ഇങ്ങോട്ട് കയറിയാന്ന് പറഞ്ഞു വിശംബരന്. അതിന് എഡിറ്റിംഗ് റൂമിലാണോ വരുന്നത് വിശംബരൻ? എഡിറ്റിംഗ് റൂമിൽ പുതിയ പടം ഇറങ്ങുന്ന സമയത്ത് പുറമേ ആളെ കാണിക്കാൻ വിടൂല. പടം പുറത്തിറങ്ങുന്നതിന് മുമ്പ് ആരെയും കാണാൻ വിടൂല. കാരണം ഇത് പിന്നെ അതിൻ്റെ കഥയെല്ലാം പറഞ്ഞു കൊടുത്ത കളിയില്ലേ, പിന്നെ പടം പൊട്ടിപ്പോയില്ലേ. അല്ലെങ്കിൽ തന്നെ തിയേറ്ററിൽ വരുന്നതിന് മുമ്പേ ഒരു പടം വേറെ ആളെ കാണാൻ അനുവദിക്കില്ല. അങ്ങനെയെല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞ് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഇങ്ങനെ ഇതൊന്നും എഡിറ്റിംഗ് റൂമാണെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് വിശംബരനോട് ഞാൻ പോട്ടെ വെച്ചിട്ട് പോയി. അപ്പോൾ വിശംബരൻ മറ്റേ ഞാൻ വന്നതിന് ശേഷം പ്രകാശ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ആൾ കുറേ എന്നെ ഷൗട്ട് ചെയ്യുന്നുണ്ടേ, താൻ എവിടെയോടോ പോയേ എന്നെല്ലാം പറഞ്ഞിട്ട്. ഞാൻ പിന്നെ എൻ്റെ അടുത്ത് ചൂടാണ്ടുന്നത് എനിക്കറിയാണ്ട് കയറിയാന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് വിശംബരൻ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഇയാൾക്ക് അവിടെ കാവൽ നിർത്തി ആരും കയറ്റാൻ പാടില്ല, ഉള്ളിൽ കയറാൻ പാടില്ല, ഈ എഡിറ്റിംഗ് റൂമിലൊന്നും കയറാൻ പാടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മദ്രാസിൽ നിന്ന് കുറച്ച് 5-6 മാസം മെഡിക്കൽ ഷോപ്പിൽ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അവിടുത്തെ എല്ലാ സിനിമ നടന്മാരെയും എല്ലാ സംവിധായകരെല്ലാം പരിചയപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചെല്ലാം പിന്നീട് പറയാം. ഇത് പറയണമെങ്കിൽ കുറേ 2 ദിവസം പറഞ്ഞാലും തീരുമില്ല. ഓക്കെ.